വിവിധ നിലവാരത്തിൽ ഭവനക്കാരനെ തള്ളിക്കളഞ്ഞു. എങ്കിലും വിശ്വസ്തനായ ദൈവം ഈ പുസ്തകത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, വചനത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, വചനപ്രകാരം ഇന്ന് നിർത്തിയിരിക്കുന്നു. ആ വചനപ്രകാരം മുൻപോട്ട് പോകുന്നതുകൊണ്ട് ആ സ്വർഗത്തിലെ ദൈവം ഇന്നും എന്നെ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നു. പ്രതികൂലങ്ങൾ അതിനുശേഷം ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സന്തോഷമാണ്, അനുഗ്രഹമാണെന്ന്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ തന്നെയാണ് നമ്മെ ദൈവം മുൻപോട്ട് പോകുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയപ്പോൾ മരുഭൂമിയിൽ നടത്തി, അവരെ ചുറ്റി നടത്തി എന്ന് വായിക്കുന്നു. കാരണം ദൈവം എപ്പോഴും കഷ്ടതയിൽ കൂടെ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. കഷ്ടതയിൽ കൂടെ കൊണ്ടുപോയി നമ്മെ അനുഗ്രഹിച്ച് വിടുവിച്ചെടുക്കുന്ന ദൈവം. ഒറ്റയടിക്ക് അനുഗ്രഹത്തോട് വിടുതൽ പ്രാപിക്കാമെന്ന് ആരും വിചാരിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഈ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒന്ന് നാം ചിന്തിക്കണം. ആ ദൈവം ഒരു കഷ്ടതയുടെ അനുഭവങ്ങൾ തന്നു. വചനം പഠിച്ച് മുൻപോട്ട് വന്നു. അല്പം കഴിഞ്ഞപ്പോൾ പ്രവർത്തനത്തിനായിട്ട് വടക്കേ ഇന്ത്യയിൽ ചെന്നു. അവിടെ വെച്ച് ചിലർ എന്നെ അടിക്കുവാനായിട്ട് ഇടയായിരുന്നു. ഒരു പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അടികൊണ്ടു. എനിക്ക് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരു കുട്ടി കൂടെ ഉണ്ടായതുകൊണ്ടും ആ കുട്ടിയെ കൂടെ തല്ലുവാനായിട്ട് ഇടയായിരുന്നു. ആ അടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. എന്നെ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൈവം ദാനമായി തന്ന പൈതലിനെ കൂടെ അടി കിട്ടിയപ്പോൾ ആ പൈതലിനെയും ദൈവം സംരക്ഷിക്കുന്ന കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഈ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിനുശേഷം പ്രൈസ് ഗോഡ് പലയിടങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ മാറി. 2002 ഡിസംബർ മാസം 16 നങ്ങിയാറുകുളങ്ങര കവലയിൽ വെച്ച് ഒരു ലോറി വന്ന് ഞാൻ ഓടിച്ചുകൊണ്ട് വാഹനത്തിൽ ഇടിച്ച് എന്നെ തെറിപ്പിച്ചു. എന്നാൽ ഒരു പ്രത്യേകത കണ്ടത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് മടക്കി കൊണ്ടുവരുന്നതിനും നടുവിൽ തിരുവല്ലയിലെത്തിയപ്പോൾ എന്റെ കഴുത്തിന് അനക്കം കണ്ടു. അവിടെ വെച്ച് എന്റെ ഭാര്യ നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കയറ്റി. അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു വിടുതലുണ്ടാകും എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. പ്രാർത്ഥിച്ചു. തലയ്ക്ക് കത്തിവെക്കരുത് എന്ന് ദൈവസ്ഥലം പ്രാർത്ഥിച്ചു. തലച്ചോറ് കീറിപ്പോയി എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ, 3 വെയിൻ മുറിഞ്ഞു പോയി എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ, അതിന്റെ നടുവിൽ വിടുവിച്ചു തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഈ ദൈവം ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. ആ ദൈവം എന്നെ സംരക്ഷിക്കുന്ന ദൈവം, ആ ദൈവം എന്നെ വിടുവിച്ച ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ആശ്രയിച്ച് പറയട്ടെ, ഈ ദൈവം എന്നെ വഴി നടത്തി ഇതുവരെയും കൊണ്ടുവന്നു. ഇടത്തേക്കാല് 8 പീസായിട്ട് പൊട്ടിപ്പോയി എന്ന് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വലത്തേക്കാല് 12 പീസായി 2 ഇഞ്ചോളം പൊടിഞ്ഞു പോയി. അതിനെയും യോജിപ്പിച്ച് തന്ന സ്വർഗത്തിലെ ദൈവം ഇന്നും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന് ഞാൻ പറയട്ടെ, ശത്രു നമ്മെ തകർക്കുവാൻ ശ്രമിച്ചാലും പ്രൈസ് ദി ലോർഡ് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും വിടുവിച്ച് നടത്തുന്നു. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, ഈ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൃപയാൽ സ്തോത്രം വിവിധ തരത്തിലുള്ള വിടുതലുകൾ ലഭിച്ച ഞാൻ ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. സ്തോത്രം. ഈ അമേരിക്കയിലും വന്ന് പ്രൈസ് ദി ലോർഡ് കൃപയിൽ ആശ്രയിച്ച് പറയുന്നു, ഈ അമേരിക്കയിലും വന്ന് എന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നത് സ്വർഗത്തിലെ ദൈവം തന്നു. പരിചയമില്ലാത്ത ഒരു വ്യക്തി സ്പോൺസർ ചെയ്തു, ഇവിടെ വരെ വന്നു ചേർന്നു. ഒരു പൈസയുടെ പോലും ചെലവില്ലാതെ ഇവിടെ എത്തിച്ചേർന്നു. അനേകടങ്ങളിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ, എന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാൻ ദൈവം കൃപ നൽകുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ദൈവത്തിൽ ശരണപ്പെടുന്നവരെ ആരെയും ദൈവം വെറുതെ വിടുകയില്ല. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, അവൻ വാഗ്ദത്തത്തിന് വിശ്വസ്തനായ ദൈവം. ആ വാഗ്ദത്തങ്ങളെ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കും.